രേണു സുധി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരുടെ ഫേസ്ബുക്ക് അടിച്ചു പോയെന്നാണ് ഇപ്പോൾ പറയുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊരു പോസ്റ്റ് കാണാനായിട്ടുണ്ട്. എനിക്ക് ഒരാൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നൊരു പോസ്റ്റാണ് കേട്ടോ. ഞാൻ ഒന്ന് വായിച്ചുതരാം. രേണു സുധിയുടെ ഫേസ്ബുക്ക് അടിച്ചുപോയി, ഇതുവരെ കാരണം വ്യക്തമല്ല. പകരം അനുശ്രീ എന്ന ഫേസ്ബുക്ക് പേജ് രേണു സുധി ഒഫീഷ്യൽ എന്ന പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. ജനങ്ങൾ കൊതിച്ച പോലെ അത് സംഭവിച്ചു എന്ന് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ഗതി എന്താക്കുമോ എന്നൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രേണു സുധി മാറി ഇപ്പൊ അനുശ്രീ എന്നൊക്കെ കടക്കുന്നത്. ഇനി ചേച്ചീനെ ദുബായിൽ അനുശ്രീ എന്ന നാമത്തിലാണോ അറിയപ്പെടുന്നത് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഒരാൾ അക്കൗണ്ട് പോകുന്നതിനൊന്നും എനിക്ക് ഒരു യോജിപ്പും കാര്യങ്ങളല്ല. ഫേസ്ബുക്ക് പോലുള്ള അക്കൗണ്ട്, യൂട്യൂബ് പോലുള്ള അക്കൗണ്ടിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. മറ്റേ അക്കൗണ്ട് അല്ല, അത് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിനെ വെറുക്കുന്നവർ മാത്രം ലൈക്ക് അടിക്കുക, ഒരു ഹൈപ്പ് അടിക്കുക, കമന്റ് ഇടുക. ഓക്കെ, വെറുക്കുന്നവർ മാത്രം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കേസ് സംബന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 3, 4, 5 പേരാണ് ഇതിൻ്റെ പേര് കേസ് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന ഷഫീന ബീബിയുടെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് അവർ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വോയിസ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയണ്ടേ, ഇത് കറക്റ്റ് രീതിയിലാണ് കൊടുക്കണം, അല്ല ചുമ്മാ അതിപ്പോൾ ഓൺലൈൻ വഴി കൊടുക്കുന്നതിൻ്റെ എല്ലാ കാര്യം. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരുമായിട്ടുള്ള സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മൂവ് ആകുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങും. വേറൊന്നുമല്ല, ഈ സ്വർണ്ണക്കടത്ത് അറിയാമല്ലോ, ഈ അടുത്ത സമയത്ത് ശബരിമല വിഷയങ്ങളൊക്കെ ഏത് രീതിയിലാണ് പോയത്. അപ്പം നമ്മുടെ എയർപോർട്ടിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനും പങ്ക് കാണും. നമ്മൾ അതും കൂടെ സംസാരിക്കണമല്ലോ. ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറയുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇതല്ലെങ്കിൽ ഇത് ഫേക്ക് വോയിസ് ആണെങ്കിൽ മൂഞ്ചിയിരിക്കും. ഇട്ടുകൊണ്ട് വന്ന ആൾക്കാർ, ഇട്ടുകൊണ്ട് വന്ന ആരായാലും ശരി, അത് വേറെ കാര്യങ്ങൾ. ഇപ്പോൾ അവർ പറയുന്നത് ഒരിക്കലും പോസിബിൾ ആവത്തില്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ ഇന്നലെ എന്താ പറയണ്ടേ, സാറിനെ വിളിച്ചിട്ട് കാര്യങ്ങളും ഇത് വീഡിയോസും ഒക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ കുറേയൊക്കെ കേട്ടിട്ട് ഇരുന്ന് ചിരിയാണ്. ഇവർ ഇത്രയ്ക്ക് ഇന്റർനാഷണൽ ലെവൽ ആയോടാ എന്നൊക്കെയാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പം എന്താണ് തോന്നുന്നത്? ചേച്ചിയുടെ ഫേസ്ബുക്ക് അടിച്ചു പോയ പോലെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ അടിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കമൻറ്റ് ഇട്ടോ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. പിന്നെ വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ഓക്കെ, ഒരു ചേച്ചി പറയുന്നതാണ്, നിങ്ങളൊന്ന് കേൾക്കണേ. പൈസക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എന്റെ കുട്ടികൾക്ക് കൊണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം? ഇല്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളും മോനും ഉണ്ട്. അപ്പം എന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്റെ ഒരു തീരുമാനം, പറയുന്നവര് പറയും, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരുണ്ടാവുമല്ലോ. അവരൊരു പോയിന്റ് പറഞ്ഞ് നിങ്ങൾ കേട്ടോ, പൈസയ്ക്ക് വേണ്ടി ഇപ്പം എൻ്റെ മക്കൾ മുണ്ടിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതി. അവരാ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? മക്കൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? മക്കൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? ഓക്കെ, ഇനി ആ വരുന്ന ചെക്കൻ്റെ കാര്യം കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അറിയായിരിക്കും കൊച്ചിറക്കൻ്റെ കാര്യം ഞാനീ പറയുന്നത്. ചേച്ചി പറ, കേക്കട്ടെ. നല്ല ഏത് വ്യക്തിയാണെങ്കിലും എസ്പെഷ്യലി ആർട്ടിസ്റ്റുകൾക്ക് കുറ്റം കേൾക്കേണ്ട വരാറുണ്ട്. അത് ഞാൻ ബോധർ ചെയ്യുന്നില്ല, അത് പറഞ്ഞു. പക്ഷെ റിയാലിറ്റിയില് വിത്ത് പ്രൂഫ് നിങ്ങളുടെ അമ്മ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എന്റെ കയ്യിൽ നിന്ന് വരരുതെന്ന് എനിക്ക് 100% നിർബന്ധമുണ്ട്. അതുകൊണ്ട് പൈസ എത്ര വന്നാലും എന്റെ മക്കൾക്കോ എന്റെ പേരിനോ എന്റെ ഫാമിലിയുടെ പേരിനോ എന്റെ പേരൻസിന്, അച്ഛനിപ്പില്ല, മരിച്ചാലും അച്ഛന്റെ പേരുണ്ടല്ലോ, അച്ഛനും അമ്മയ്ക്കും എന്റെ ആങ്ങളയ്ക്കോ എന്റെ ഫാമിലിയിലുള്ള ആർക്കാണെങ്കിലും എന്നെ കൊണ്ടൊരു വൃത്തികേട് ഉണ്ടാവരുത് നിർബന്ധമുണ്ട്. അത് കലക്കി, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരാരോ എന്താണെന്ന് അവരുടെ പേരോ കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഞാൻ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ ഒന്ന് ചോദിച്ച് മേടിച്ച് ഇപ്പം തന്നെ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതി. പക്ഷെ ഇപ്പം അങ്ങനല്ല ഇവിടെ സോഷ്യൽ മീഡിയ ഓരോരുത്തർ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം രേണു സുധി മാത്രമല്ല ഇവിടുത്തെ വിഷയം, നിമിഷയെ പോലുള്ളവന്മാരും പിന്നെ വേറെ ഒരുത്തിയുണ്ട്, പിന്നെ പുതിയൊരുത്തി വന്നിട്ടുണ്ട് അപർണ എന്ന് പറഞ്ഞ്. ആ ഒരു കോണ്ടന്റ് എനിക്ക് ചെയ്യാൻ അറിയാൻ പറ്റിയൊന്നുമല്ല, പക്ഷെ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുത്ത് എനിക്ക് വെക്കാൻ താല്പര്യമില്ല. ഒരു പെണ്ണ് അവിടെ ചെന്നിട്ട് യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ എടുത്ത് വെക്കുന്നതിനൊന്നും എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അത് എൻ്റെ ചാനലിൽ കൂടെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, എൻ്റെ വല്ലം കൈ വല്ലം കിട്ടിയ മടലെടുത്ത് ഞാൻ തലക്കടിയും ഞാൻ. ഇങ്ങനെയൊക്കെയുള്ള മൈൻഡുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ബിഗ് ബോസ് ഉണ്ടാക്കാനാന്ന് പറയുന്ന കുറേ നാറികൾ. ഓക്കെ, ഇനിയിപ്പോൾ വേറെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ. കേസുകളാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയ നമ്പറക്കാട്ടോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷക്കീലെ വരെ വെച്ച് സിനിമ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. സെക്സ് പടത്തിന്റെ ഉസ്താദുമാണ്. അത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തോ നൊമ്പരക്കാറ്റ് ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന്റെ പേര് എനിക്കറിയത്തില്ല. പുതിയ പ്രോജക്റ്റിന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന്റെ കാര്യം ഞാനീ പറയുന്നത്.
അയാളെ ഇൻസ്റ്റ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഡബിളും ട്രിപ്പിളും മീനിങ് ഒക്കെ. ഞാൻ വെച്ചൊരു പക്വതയുള്ള മനുഷ്യനാണ്, കാരണം അദ്ദേഹത്തിൻ്റെ സംസാര രീതികളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതാണ്. ഇപ്പോൾ കോമഡി ആയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ നൊമ്പരക്കാറ്റോ വവ്വാലിയോ ചപ്പിയതോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഉടനെ തന്നെ എന്തായാലും റിലീസാവും. ഞാൻ കാണിക്കുന്ന രേണു, ഒരു ചെറുക്കനുണ്ട്, പിന്നെ ഈ ഡയറക്ടറുണ്ട്, 2 ക്യാമറമാനും. എന്തോ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. പല പല സിനിമ നടന്മാർക്ക് സ്ത്രീയെ കച്ചവടം ചെയ്തു കൊടുക്കുന്ന ഒരു ഏർപ്പാടുകൾ ഉള്ള ടീമുകളൊക്കെയാണ് ഇവരൊക്കെ. അതായത് തെറ്റാൻ വേണ്ടി, വഴി തെറ്റി വന്നതല്ല, തെറ്റാൻ വേണ്ടി വഴിയിലോട്ട് ഇറങ്ങി സ്ത്രീകളെ തേടി ഇതുപോലുള്ളവർ വന്ന് സിനിമ പിടിക്കും. മനസ്സിലായില്ലേ? അവർ ഒരു സ്ത്രീവർഗത്തിനുള്ള അപമാനക്കേടാണ് ഈ പറയുന്ന രേണുസുതി. അത് വഴി തെറ്റാൻ വേണ്ടി ഇറങ്ങി വന്ന ടീമാണ്. കാരണം ഭർത്താവ് മരിച്ച ഫീലിങ്സ് ഇല്ല. ഇത് രേണുസുതി ഭർത്താവ് മരിച്ചപ്പോഴത്തേക്ക് രേണുസുതിക്ക് ദുബായി പോകണം. വഴി തെറ്റാൻ വേണ്ടി നിൽക്കുന്ന പെണ്ണുങ്ങളെടുത്ത് ഇതുമാതിരിയുള്ള സംവിധായകർ വരും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ കേസെടുക്കണം. കേസെടുത്ത് രണ്ടുപേരും അതിന്റെ രീതിയിൽ ഇയാളുള്ള ബന്ധങ്ങൾ കണ്ടുപിടിക്കുക. ഇവരെങ്ങളിൽ എങ്ങനെയാണ് പരിചയം, സോഷ്യൽ മീഡിയയിലൂടെയാണോ പരിചയം, അതല്ല ഇവരെങ്ങനെയാണ് പരിചയം എന്നുള്ളത് കണ്ടുപിടിച്ച് കേസെടുക്കണേ ഇവരെ. ഇതല്ല ഇവിടുത്തെ വിഷയം. ഇത് നമ്മൾ വർഷങ്ങൾ കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സ്വർണ്ണക്കടത്തുമായിട്ട് ഈ പറയുന്ന രേണുസുതിക്ക് ബന്ധമുണ്ടോ എന്നാണ്. കാരണം അത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ ഷഫീനയുടെ ചാനലിൽ ഇതുപോലത്തെ വോയിസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇവർ അതിൻ്റെ ഉസ്താദാണ്. ഇപ്പം പിന്നെ സുധിയുടെ മരണത്തെ പറ്റി ഇപ്പോൾ ഒരു വോയിസ് ഞാൻ കേട്ടു വരുത്തൻ്റെ. അതിൻ്റെ താഴെ വന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ സുധിയുടെ മരണം ചർച്ച ചെയ്യേണ്ടതാണ്, സുധിയെ കൊല്ലാൻ ശ്രമിച്ചതാണോ എന്നുള്ള രീതി വരെ വരുന്നുണ്ട്. ഞാനൊക്കെ ഒരു വ്യക്തിയെ ഞാൻ വന്ന് ഇതുവരെ സോഷ്യൽ മീഡിയ ചെയ്യണുണ്ട്. ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പോലും എനിക്കറിയാം. ഞാൻ പലതും വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ 2-3 കാര്യത്തിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. സ്വർണ്ണക്കടത്തിൻ്റെ ആണെങ്കിലും എന്തുവാണെങ്കിലും. പക്ഷേ ഇത്രയും ആൾക്കാർ വോയിസ് ഇടുമ്പോൾ നമ്മുടെ ശത്രുവാണെങ്കിലും ശരി, ഞാനിപ്പോൾ ഷഫീനയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ശത്രുവാണെങ്കിലും ശരി അവർ കൊണ്ടുവന്ന കാര്യങ്ങളല്ല, അതിനെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, നമ്മളത് അടിച്ചു കളയല്ല വേണ്ടത്. ആ സത്യം എന്താണെന്ന് തെളിയിക്കുക വേണ്ടത്. അപ്പം അവർ അതിന് ആയതുകൊണ്ട് നമുക്ക് അവരോട് നിൽക്കാം. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ ആണിപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരെന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? ഈ പറയുന്ന ഷഫീനെ സെറ്റും കാര്യങ്ങളും എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? ഡബിൾ മീനിങ് പറഞ്ഞ രേണുസുതിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്ത ആൾക്കാർ പോലും ഇതിന് ഏറ്റെടുക്കുന്നില്ല. എവിടെയും എന്തോ പോലെ ചുമ്മാ ഒരു കണ്ടന്റിന് വേണ്ടി ഇത് കാണിക്കുവാണെങ്കിൽ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പേരുണ്ട്, തന്തേലാടി എന്ന് പറയും. അത് വേറെ കാര്യം. കാരണം ഇതുപോലെ ഇവരിപ്പം ചെയ്യുന്നത്, കേരളത്തിലുള്ളൊരു ലേഡി ഇതേമാതിരി ആദ്യമൊക്കെ ജനങ്ങൾ വിചാരിച്ചു പോട്ടാണ്. ഇപ്പൊ ജനങ്ങൾക്ക് തിരിച്ചറിവ് തുടങ്ങി. ഇപ്പൊ തന്നെ ഞാൻ 2-3 വീഡിയോസ് കണ്ടായിരുന്നു. ഇവരുടെ വർക്കത്തിൽപ്പെട്ടവർ തന്നെയാണ് അവളെ പുച്ഛിക്കുന്നതും തുപ്പുന്നത്. ഒരു ഷബീന ബീബി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് അവളെ ഈ 2-3 വീഡിയോ കണ്ടായിരുന്നു. 2 പ്രാവശ്യം ആ വീഡിയോ ലൈവിൽ വന്നിട്ട് എന്തൊക്കെ തെറിയാന്ന് പറയാനറിയാം. ഇയാളെ മനസ്സിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഇയാളെ ഈ സിനിമ നിങ്ങൾ കഥ കേട്ടായിരുന്നു. ഒരു സിനിമയുടെ കഥ കേട്ടായിരുന്നു. 2 പേരെ വെച്ച് ഒരു സിനിമ എടുത്ത ചരിത്രമാണ്. ആദ്യമായിട്ടാണ് ഈ പുള്ളിക്കാരുടെ സിനിമ എടുത്തത് 2 പേരെ വെച്ച്. അത് എടുത്തത് പ്രൊഫഷണൽ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എടുത്ത 2 പേരും ആ രീതിക്ക് വന്ന് ഈ വഴിയിലോട്ട് വന്നവരാണ്. അതായത് തെറ്റാൻ വേണ്ടി വന്ന വഴിയിൽ വന്നവരാണ് ഇവരെല്ലാം. അല്ലാതെ വഴി തെറ്റി വന്നവരല്ല. തെറ്റാൻ വേണ്ടി വഴിയിലോട്ട് വന്നവരാണ് ഇവരെല്ലാം. എന്ത് പറയാനാണ് അങ്ങനത്തെ ഉള്ള സംവിധാനത്തിന്റെ കൂടെ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ പുള്ളിക്കാരൻ്റെ കേട്ടില്ലേ, പുള്ളിക്കാരൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ 2 പേരെ വെച്ച് പടം എടുത്തതും ഷോർട്ട് ഫിലിം ഒഴിച്ചതൊക്കെയാണ്. അതായത് ഞാൻ വേറെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അതൊന്ന് കാണണം, എന്താണ് അതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് കാണണമെന്നൊരു ബൂതിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ചേച്ചിമാരുണ്ട്. വേണ്ട, വെക്കുന്നില്ല. പമ്പയാണെങ്കിലും ശരി, ഇതെല്ലാം നമ്മുടെ പമ്പ ചേച്ചിയും പിന്നെ മറ്റവിടെ പേരെന്തായിരുന്നു, നിമിഷ, ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ട്. കുറേ ഭർത്താക്കന്മാർക്ക് ഞാൻ ആലോചിക്കുക, ചേട്ടനടുത്ത് ഒരു കുഴപ്പമില്ല, ചേട്ടൻ ഒരു സീനും ഇല്ല. ഇനി അടുത്ത കുറേ ആണുങ്ങളെ പറയിപ്പിക്കാൻ ഉണ്ടായ കുറേ ചെറ്റകൾ. ഈ പുല്ലന ഇടയ്ക്ക് ഇട്ടിട്ട് പോയതാണ്, ഇപ്പോൾ വീണ്ടും തൊടിച്ചുപിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതും വെക്കുന്നില്ല, കാരണം കുറേ ഉണ്ട് സാധനങ്ങളൊക്കെ കാണിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ ചാനലിലൂടെ അത് വേണ്ട. ഇതൊരു ബ്ലൂ ഫിലിം ചാനലല്ല. ഞങ്ങളുടെ നാട്ടിൽ നന്ദരാഴി എന്ന് പറയും. ഞാൻ തെറി വിളിക്കുക, എനിക്കിപ്പം ഇച്ചിരി ഊർജ്ജമൊക്കെ കയറി വരുന്നുണ്ട്. നല്ല രീതി വല്ലൊക്കെ ഞാൻ വിളിച്ച് പറയും. അതിനുവേണ്ടിയാണല്ലോ ഈ നേരം എടുക്കുന്ന ഒരു പരിപാടിയിലാണ്. ഇതാരെങ്കിലും കണ്ട് ബിഗ് ബോസിലേക്ക് വാന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി. ഇനി ബിഗ് ബോസിൽ നിന്നെ പോലുള്ള ഊളാളൊന്നും എടുക്കത്തില്ലടാ മോനെ. നീ എന്ന് എടുക്ക്, നിന്നെ ഒരിക്കലും എടുക്കത്തില്ല. ബിഗ് ബോസിൽ നിന്ന് നിന്നെ ആൾക്കാർ എടുക്കൂല, അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിന്നെ ഒന്നും ബിഗ് ബോസുകാർക്ക് പോലും വേണ്ട. പിന്നെ രേണുവിന് അത്രമാത്രം ഹൈപ്പ് ഉണ്ടോന്ന് മാത്രമാണ് ഈ പറയുന്ന രേണുവിനെ അവർ തൂക്കിയത്. പറഞ്ഞ് മനസ്സിലായോ? അകത്ത് വന്നപ്പോൾ ഒരു ഗുണമില്ലെന്ന് പറഞ്ഞപ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞാൽ വരാം. പിന്നെയാണോ നിന്നെ ഉണ്ടാക്കാൻ പോകുന്നത്? പോടാ അവിടുന്ന്. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാണല്ലോ
എന്റെ ഇത് തന്നെ മാറിപ്പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു പഴവും മാറാൻ പോകുന്നില്ല. ഇവിടെ ബിഗ് ബോസിൽ വന്നിട്ട് ആ പറഞ്ഞ സാഗർ സൂര്യ അപ്പൊ ആദ്യക്കിട്ട് ഔട്ടായപ്പോലെ അവൻ ക്ലച്ച് പിടിച്ച് വന്നിട്ടുണ്ട്. ജുനൈസിന് ഒരു പടം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആൾക്കാ അങ്ങനെ അപൂർവമായിട്ടുള്ള 1-2 ആൾക്കാർക്ക് 3 ആൾക്കാർക്ക് മാത്രം അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ റംസാനോ അവൻ അത്യാവശ്യം പ്രോഗ്രാം കിട്ടുന്നുണ്ട്. വേറെ ആരുണ്ട്? മാരാരൊക്കെ ഒരു കാണിക്കുന്ന വിവരക്കേടോ എല്ലായി പോകും. മനസ്സിലാവുണ്ടോ? ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അത് വരാൻ വേണ്ടിയല്ലേ കഷ്ടപ്പെടണേ. ആരെങ്കിലും ഒന്ന് ബിഗ് ബോസിലേക്ക് വിളിക്കൂ എന്നെ, ഒന്ന് വിളിക്ക് പ്ലീസ്. ബിഗ് ബോസിലേക്ക് അഭിലാഷോട്ടെ വാന്ന് പറഞ്ഞൊന്ന് വിളിക്ക്. ഞാൻ അങ്ങനെയാണെങ്കിൽ എല്ലാം നിർത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കടയോ ഹോട്ടലോ എന്തെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററോ തുടങ്ങിയിട്ട് ഞാൻ അവിടെ സുഖമായിട്ട് ജീവിച്ചു പോകും. ഇപ്പോഴും അവൻ്റെ കൊണയാടിക്ക് ഒരു മാറ്റമില്ല. ഓക്കെ, ഇവനിപ്പോൾ ഞാൻ പറയട്ടെ കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട് ഒരു 3G ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവറ്റകളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും രേണാസൂനയുടെ അക്കൗണ്ട് പോയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറേ ട്വിസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഇപ്പോഴൊന്നും പൊട്ടിക്കുന്നില്ല. ബൈ, ലവ് യു.